സോ അപ്പോൾ ഇന്ന് എല്ലാവരും കുറേ നാളായിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ്. ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കൂടുതൽ എല്ലാവരും ചോദിച്ചൊരു ഐറ്റമാണ് മഹേശ്വരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. അപ്പോൾ ഇതിൽ ബേസ് ആയിട്ട് നമ്മൾ എല്ലാ കളേഴ്സും ഈ ഒരു ടോണാണ് കൊടുത്തത്. ഒരു സഫയ ബേസ് ആയിട്ടുള്ള ഷെയ്ഡും അതിൽ നിന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ചെറിയൊരു ബോർഡർ വർക്ക്, ആ ഒരു കോമ്പിനേഷനിൽ ദുപ്പട്ട വരുന്നു. ഇതൊരു പ്രീമിയം ടോണാണ്, എല്ലാവർക്കും ചേരും. നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള സെറ്റ്സുകളിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡാണ്. നമ്മൾ എല്ലാത്തിലും ഈ കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്, വേറെ ഡിഫറെൻറ്റ് കളർ ടോൺസ് ഒന്നും ആക്കിയിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ബുട്ടിയാണ് ഓൾ ഓവർ ടോപ്പിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. വളരെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് ഈ ഫാബ്രിക് നമ്മൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ലാത്ത ഫാബ്രിക്കാണ്. സോഫ്റ്റ് അതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. ഒരു പ്യൂർ ഒക്കെ പോലെ നിൽക്കുന്ന പോലത്തെ, ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക്കാന്ന് തോന്നുന്നില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്യൂർ ഷിനോണൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നിൽക്കും. നല്ല സോഫ്റ്റ് ആണ്. നോക്കാം. സോ ഇപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ വരും. ഓപ്പൺ ചെയ്യുമ്പം ഫ്രണ്ടിലും ബാക്കിലും ഈ ചെറിയ ട്രയാങ്കിൾ ഒരു ബുട്ട വീവിങ് പാറ്റേൺ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ്സിൽ ഈ ഒരു ചെറിയ കോൺട്രാസ്റ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം വേണമെങ്കിൽ ബോർഡേഴ്സ് ആയിട്ട് ഡയമണ്ട് സ്ലീവ്സ് ബോർഡർ ഓർ ആംഫിറ്റ് ടു ഈ ഒരു സ്ലിറ്റ് മോഡൽ കവർ ചെയ്യില്ലേ, അതുപോലെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് സൈഡ്സിലും വരുന്നുണ്ട്. ഒരു പീസിലായിട്ട് നിൽക്കുന്ന കളർ ടോൺ ആണ്, എല്ലാവർക്കും ചേരുന്ന ഒരു സിമ്പിൾ കളർ ഷെയ്ഡ്സിലാണ് നമ്മളത് ചെയ്തേക്കുക. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സെയിം ഫാബ്രിക്കിൽ തന്നെ ഫുൾ കലങ്കാരി ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ദുപ്പട്ട. പല കൈൻഡ് ഓഫ് അത് കൂടുതലും ഫ്ലോറൽ വർക്ക്സ് ആണ് തോന്നുന്നത് ഇതിൽ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, എൻ്റെ ബോർഡർ നേവി ബ്ലൂ ടോൺ വരും. ബോട്ടവും കോൺട്രാസ്റ്റ് ആയിട്ട് ആ ബോർഡറിൻ്റെ കളർ ഷെയ്ഡിലാണ് ബോട്ടവും ചെയ്തേക്കുക. അതാണ് ലുക്ക്. സോ അപ്പോൾ ഇതിൽ വേറെ അധികം ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. വിഡ്ത്തും ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. ബോഡി ഓൾ ഓവർ എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ബോർഡർ പാറ്റേണിൽ മാത്രം അതിലുള്ള കളേഴ്സിലാണ് ചേഞ്ച്. ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ദുപ്പട്ടയിലെ കലങ്കാരി ഫ്ലോറൽ കളർ ഷെയ്ഡ്സും സെറ്റ് ചെയ്തേക്കുക. ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചേക്കുന്ന ഐറ്റമാണ്. അപ്പം വേഗം പർച്ചേസ് ചെയ്ത്, നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ചെയ്തിട്ടില്ല. നമുക്കും ഫാബ്രിക് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാണല്ലോ. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നാൽ നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര ഇങ്ങനെ ഒരുപാട് എല്ലാവർക്കും തന്നെ ചിലപ്പം ഒരു കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഏജിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഹോർമോണിൻ്റെ ബാലൻസിൻ്റെ ഒക്കെ പ്രശ്നം കാരണം ഭയങ്കര ചൂടൊക്കെ തോന്നുന്ന ആൾക്കാർ കാണും. അപ്പം അതിനൊക്കെ നല്ല മത്സ്യന്തരിയൊക്കെ പോലെ തന്നെ നിൽക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, കുറച്ചുകൂടി തണുപ്പ് ഫീലിംഗ് ഉണ്ട്. അതിലൊക്കെ നല്ല ഫാബ്രിക്കാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും, ഒതുങ്ങി കിടക്കുന്നുണ്ടല്ലേ. ദുപ്പട്ടയാണെങ്കിലും കണ്ടില്ലേ, നല്ല ഒതുങ്ങി കിടക്കുന്ന സ്റ്റൈലാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് മഹേശ്വരിയിൽ അങ്ങനെ ഓവറായിട്ടുള്ള ഡിസൈനിങ് ഇല്ല, ചെറിയ ക്യൂട്ട് പ്രിന്റുകളൊക്കെയാണ് കൂടുതലും വന്നേക്കുക. അങ്ങനെ ലുക്ക്. അപ്പോൾ അതിൽ അടുത്ത കളർ കോമ്പിനേഷൻ വന്നേക്കുന്ന ഈ ഒരു ഒലിവ് ഗ്രീൻ അല്ല, ഗ്രീൻ ഗ്രാം ഗ്രീൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പാറ്റേൺസ് സെയിം. 1140 ആണ് പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ ഈ ഒരു കളർ വീഡിയോയിൽ ടസ്റ്റി ആയിട്ടാണ് വരുന്നത്. ടസ്റ്റി അല്ല, നല്ല ഒരു കൈൻഡ് ഓഫ് നല്ല കളറായിട്ട് നിൽക്കുന്ന ഒരു ബേൺഡ് ഓറഞ്ച് കളർ ഷെയ്ഡാണ് വന്നേക്കുക. ഇത്രയും കളേഴ്സുകൾ നല്ല ഷെയ്ഡ്സ് ആണ്. സിമ്പിളായിട്ട് നിൽക്കുന്ന കാറ്റലോഗ് ബഡ്ജറ്റ് പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുക. ഇപ്പോഴത്തെ ഫസ്റ്റ് സെല്ലിംഗ് മഹേശ്വരി സിൽക്ക് ഫാബ്രിക്കിലാണ് ടോപ്പ് ദുപ്പട്ട. താങ്ക് യു.